ഹായ് വെൽക്കം ടു അബീസ് വിഷൻ. നമ്മുടെ മൊബൈൽ ക്യാമറയിൽ നമ്മൾ എടുത്തു വെക്കുന്ന കുറേ ഫോട്ടോസ് ഉണ്ട്. ബർത്ത്ഡേ ഫംഗ്ഷൻ അല്ലെങ്കിൽ മാരേജ് ഫംഗ്ഷൻ അല്ലെങ്കിൽ പലതരം ഗെറ്റ് ടുഗദറുകൾ ഇതൊക്കെ നമ്മൾ ഫോട്ടോസ് എടുത്ത് വെക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് നമുക്ക് വാട്സപ്പിലോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമുക്ക് അയച്ചു തരുന്ന ഫോട്ടോസൊക്കെ നമ്മൾ സേവ് ചെയ്ത് വെക്കാറുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോസുകളൊക്കെ ചിലതൊക്കെ വളരെയധികം നൊസ്റ്റാൾജിക് ഫീൽ തരുന്ന ഫോട്ടോസ് ഒക്കെ ആയിരിക്കും. ഇതൊക്കെ നമുക്ക് ഗാലറി നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ വല്ലാത്തൊരു ഫീലാണ് നമുക്ക് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇതൊക്കെ കളഞ്ഞു പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത അവസ്ഥയാവുന്ന സമയത്ത് വല്ലാത്തൊരു അവസ്ഥയാണ്. ചിലപ്പോൾ നമ്മൾ റിക്കവറി ഓപ്ഷനൊക്കെ വെച്ച് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റുമെന്നൊക്കെ നമ്മൾ നോക്കാറുണ്ട് പല സോഫ്റ്റ്വെയറുകൾ വെച്ചിട്ട്. ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടൊന്നും തിരിച്ചു കിട്ടാറുമില്ല. പക്ഷെ ഞാൻ ഈ പറഞ്ഞു തരാൻ പോകുന്ന ഒരു കാര്യം വെച്ച് നമുക്ക് എത്ര വർഷം പഴകിയ ഫോട്ടോസ് ആണെങ്കിലും നമുക്ക് തിരിച്ചെടുക്കാവുന്നതാണ്. അതിനുള്ള ഒരു ഓപ്ഷൻ ഞാൻ പറഞ്ഞുതരാം. അതിനു മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ഫ്രണ്ട്സിന് മൊത്തം ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ഹോം സ്ക്രീനിൽ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പ്ലേ സ്റ്റോറിൽ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് ഗൂഗിൾ ഫോട്ടോസ് എന്നാണ്. ഗൂഗിൾ ഫോട്ടോസ് നിന്ന് ടൈപ്പ് ചെയ്യുക. ഗൂഗിൾ ഫോട്ടോസ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ ഫോട്ടോസ് എന്ന ആപ്ലിക്കേഷൻ വരും. അത് അപ്ഡേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ അതിൻ്റെ നേരെ കാണുന്ന ഓപ്പൺ എന്ന് പറഞ്ഞിരിക്കുന്ന ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഇവിടെയാണ് നമ്മുടെ എല്ലാ ഫോട്ടോസും, നമുക്ക് എത്ര വർഷം പഴക്കമുള്ള ഫോട്ടോസും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുന്നൊരു ഓപ്ഷൻ. ഇവിടെ നമുക്ക് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാൻ മറന്നു പോകരുത്, ഇല്ലെങ്കിൽ നേരെ കാണുന്ന ഓപ്പൺ എന്ന് പറഞ്ഞിരിക്കുന്ന ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്താൽ മതി. ഗൂഗിൾ ഫോട്ടോസ് ഇവിടെ കണ്ടില്ലേ, ഇന്നെടുത്ത ഫോട്ടോസ് ടുഡേ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അതിൻ്റെ താഴേക്ക് പോയി കഴിഞ്ഞാൽ എത്ര വർഷത്തോളം മുന്നേ എടുത്തിരിക്കുന്ന എല്ലാ ഫോട്ടോസും ഇവിടെ തന്നെയുണ്ട്. ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. നമുക്കതിൻ്റെ ഒരു ഇമെയിൽ ഐ ഡി ആവശ്യമാണ്. ആ ഇമെയിൽ ഐ ഡിൻ്റെ ആ പ്രൊഫൈൽ പിക്ചർ കാണുന്നില്ലേ, അവിടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം അക്കൗണ്ട് സ്റ്റോറേജിൽ ഓപ്ഷൻ കാണിക്കേണ്ട എത്രത്തോളം സ്റ്റോറേജ് അവിടെ വന്ന് കിടക്കുന്നുണ്ട് എന്നുള്ള, എത്രത്തോളം ഫോട്ടോസൊക്കെ അതിൽ വന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ കാണിക്കുന്നത്. നമുക്കതൊന്നല്ല വേണ്ടത്. നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫോൺ സ്റ്റോറേജ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, ഫോൺ സെറ്റിങ്സ്. ഈ ഫോൺ സെറ്റിങ്സ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം മുകളിൽ ഏറ്റവും മുകളിലായിട്ട് ബാക്കപ്പ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ കാണാം. ബാക്കപ്പ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ, ഒരു ഇമെയിൽ ഐ ഡി നമുക്ക് കാണാം. നമ്മൾ എത്ര വർഷം പഴക്കമുള്ള ഫോട്ടോസ് ആണെങ്കിലും ഈ ഒരു ഓപ്ഷൻ നമ്മൾ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഈ ഫോട്ടോസ് ഒന്നും നഷ്ടമാവില്ല. നിങ്ങളൊന്ന് നോക്കി നോക്കുക നിങ്ങളുടെ ഫോണിൽ ഇത് എനേബിൾ ആണോ എന്നുള്ളത്. ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം. അതായത് ബാക്കപ്പ് എന്ന ഫംഗ്ഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ ഒരു ഓപ്ഷനാണ് വരുന്നത്. ഈ ഒരു ഇൻ്റർഫേസിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളൊന്ന് നോക്കുക, ഇവിടെ എനേബിൾ ആണോ എന്നുള്ളത് നോക്കുക. ഇമെയിൽ ഐ ഡി ഇല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി ആദ്യം ക്രിയേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു ഓപ്ഷനിലേക്ക് പോകാൻ. ഇവിടെ നമുക്ക് ഒരു ഇമെയിൽ ഐ ഡി കാണിക്കുന്നുണ്ട്. ഈ ഇമെയിൽ ഐ ഡിയിലേക്കാണ് എൻ്റെ ഇത്രയും വർഷത്തെ ഫോട്ടോസ് മുഴുവൻ പോയിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇനി നമുക്ക് ഇത് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് 2-3 സെറ്റിങ്സ് കൂടി നമുക്ക് ആവശ്യമുണ്ട്. ഇവിടെ താഴെ നമുക്ക് ഒരു സെറ്റിങ്സ് കാണിക്കുന്നുണ്ട്. ഇവിടെ ബാക്കപ്പ് ക്വാളിറ്റി, അതായത് ഏത് രീതിയിലാണ് നമുക്ക് ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ക്വാളിറ്റി ടൈപ്പിൽ വരേണ്ടതെന്നുള്ളതാണ്. നിങ്ങൾക്ക് എത്ര വർഷം കഴിഞ്ഞാലും തിരിച്ചു കിട്ടേണ്ടത് നല്ല ഒറിജിനൽ ക്വാളിറ്റിയിലാണെങ്കിൽ ഒറിജിനൽ ക്വാളിറ്റി തന്നെ കൊടുക്കുക. നല്ല ഹൈ ക്വാളിറ്റി തന്നെ നമുക്ക് തിരിച്ചു കിട്ടും, അതിൽ യാതൊരു സംശയമില്ല. 100% ഗ്യാരണ്ടിയിൽ നിങ്ങൾക്ക് ഒറിജിനൽ ക്വാളിറ്റി തന്നെ തിരിച്ചു കിട്ടും എത്ര വർഷം കഴിഞ്ഞാലും. ഇനി അതിൻ്റെ താഴെ നമുക്ക് മറ്റൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഇവിടെ സ്റ്റോറേജ് സേവർ എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷനാണ്. അത് ഒരു സ്ലൈറ്റ്ലി അതിൻ്റെ സൈസൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പം അത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇനി അതിൻ്റെ ഏറ്റവും താഴെ എക്സ്പ്രസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് വളരെ സൈസ് കുറഞ്ഞിട്ടായിരിക്കും. അപ്പം നമുക്ക് വീഡിയോ ഫോട്ടോസ് ഒന്നും എഡിറ്റ് ചെയ്യാൻ പിന്നെ സാധിക്കില്ല. പക്ഷേ നമുക്ക് ഏറ്റവും നല്ലത്, ഞാൻ ഓപ്റ്റ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഒറിജിനൽ ക്വാളിറ്റി തന്നെ നമുക്ക് കിട്ടുന്നതാണ്. അല്ലേ, എത്രയും വർഷം കഴിഞ്ഞത് തിരിച്ച് കിട്ടുകയാണെങ്കിൽ അതേ ക്വാളിറ്റി നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ അതും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കുക. ഇനി അടുത്തൊരു ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യാനുണ്ട്. അത് നമുക്കിവിടെ താഴേക്ക് കാണുന്ന ഒരു ഓപ്ഷനാണ്. സൂം ചെയ്ത് കാണിച്ചു തരാം. മൊബൈൽ ഡാറ്റ യൂസേജ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ. ഇവിടെ നമുക്ക് അത് ഓഫാണ് കിടക്കുന്നത്, നമുക്ക് ഓൺ ആക്കി കൊടുക്കുക. അതായത് എത്രത്തോളം ഡാറ്റ നമുക്ക് യൂസ് ചെയ്തിട്ട് വേണം ഇത് സേവ് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷനാണ് കാണിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഒരു 10 MB അല്ലെങ്കിൽ 30 MB വരെ നമുക്ക് യൂസ് ചെയ്ത് വെക്കാം. കാരണം കൂടുതൽ MB കൊടുത്താൽ നമ്മുടെ നെറ്റ് വളരെ പെട്ടെന്ന് കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു 10 MB അല്ലെങ്കിൽ 30 MB വരെ നമുക്ക് അതിലേക്ക് സേവ് ചെയ്ത് വെക്കാം. ഒരു 10 MB 30 MB വരെ നമുക്ക് അത്രയുള്ള ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നമുക്കതിലേക്ക് ആ ഒരു ക്വാളിറ്റിയിലേക്ക് തന്നെ നമുക്ക് സേവ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. ഇനി അതിലും പ്രധാനമായും മൂന്നാമത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. മൂന്നാമത്തെ ഓപ്ഷൻ, അത് മൂന്നും ചെയ്തു വെച്ചാലാണ് നമുക്ക് എത്ര വർഷം കഴിഞ്ഞാലും നമുക്കിതെല്ലാം അതേപോലെ തിരിച്ചെടുക്കാൻ സാധിക്കാം. ഇവിടെ നമുക്ക് ചോദിക്കുന്ന ഒരു ഓപ്ഷനാണ് ഏതെല്ലാം ഡിവൈസ് ഫോൾഡറുകളുള്ളതാണ് ബാക്കപ്പ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഇവിടെ നമുക്ക് കുറേ ഫോൾഡറുകൾ കാണിക്കുന്നുണ്ട്. ഇവിടെ ഏറ്റവും ടോപ്പിൽ പറയുന്നുണ്ട് ക്യാമറയിൽ നിന്ന് എടുക്കുന്ന ഫോട്ടോസ് എല്ലാം ഓട്ടോമാറ്റിക്കലി മെയിലിലേക്ക് തന്നെ സേവ് ആവുന്നുണ്ട്. അത് നമ്മൾ സെറ്റ്
ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ നമുക്ക് ഉള്ള കാര്യങ്ങൾ, നമുക്ക് ഡൗൺലോഡ്സിൽ വരുന്ന ഫോട്ടോസ് ഉണ്ട്, അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന ഫോട്ടോസ് ഉണ്ട്. അങ്ങനെയുള്ള നമ്മുടെ ആപ്ലിക്കേഷൻസിൽ കുറേ ആപ്ലിക്കേഷൻസ്, വാട്സപ്പിൽ വരുന്നത്, വാട്സപ്പ് വെബിൽ വരുന്നത്, ഇങ്ങനത്തെ പലതരം ആപ്ലിക്കേഷൻസിൽ വരുന്ന പിക്ചേഴ്സിൽ, ഇങ്ങനെയുള്ള പലതരം ആപ്ലിക്കേഷൻസിൽ വരുന്ന ഫോട്ടോസൊക്കെ നമുക്ക് ഇതുപോലെ സേവ് ചെയ്ത് വെക്കാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഇതൊക്കെ നിങ്ങൾക്ക് 10 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം. ഏതിലുള്ള ഫോട്ടോസൊക്കെയാണ് നിങ്ങൾക്ക്, എല്ലാത്തിലുള്ള ഫോട്ടോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാം ഒന്നും എനേബിൾ ചെയ്ത് വെക്കുക. ഇനി ഇത് എവിടെയാണ് സേവായി വരിക എന്നുള്ളതാണ്. നമ്മൾ ഈ പറഞ്ഞ 10 വർഷമൊക്കെ കഴിഞ്ഞാൽ പോലും നമുക്ക് തിരിച്ച് കിട്ടണമെങ്കിൽ നമ്മൾ ഒന്ന് ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ലൈബ്രറി എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ. ഇവിടെ കണ്ടില്ലേ താഴെ ലൈബ്രറി എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ നമ്മൾ എത്ര വർഷം മുന്നേ എടുത്ത ഫോട്ടോസ് ആണ്. നിങ്ങൾക്ക് കൃത്യമായിട്ടാണ് ലൈവായിട്ട് തന്നെ കാണിച്ചു തരാണ്. നമുക്കിവിടെ കൃത്യമായിട്ട് കാണാം. നമുക്ക് ഓരോരോ ഫോൾഡേഴ്സ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയാൽ അതിലുള്ള ഫോട്ടോസ് മൊത്തം നമുക്ക് കാണും. എത്ര വർഷം നമ്മൾ മുന്നേ എടുത്ത ഫോട്ടോസ് ആണെങ്കിൽ ഇതൊക്കെ ഓരോ കാര്യങ്ങൾ, ഇത് കണ്ടില്ലേ വാട്സപ്പിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസ്, അതൊക്കെ ഡേറ്റ് വൈസ് ആയിട്ട് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഓരോരോ ദിവസങ്ങളിലും നമ്മൾ ഇതിലേക്ക് ബാക്കപ്പ് ആയത്. അപ്പോൾ ഇങ്ങനൊരു ഓപ്ഷൻ നമ്മൾ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര വർഷം മുന്നേ ഉള്ള ഫോട്ടോസ് ആണെങ്കിലും നിങ്ങൾക്ക് ഒരു ടെൻഷനും വേണ്ട. ഗാലറിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ഫോണിൽ തന്നെ നമ്മുടെ ഇമെയിൽ ഐ ഡിയിൽ തന്നെ അത് സേവ് ആയിട്ട് കിടക്കും. കഴിഞ്ഞിട്ടില്ല, വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓരോരോ ഫോൾഡറുകൾ നമ്മൾ ഓപ്പൺ ചെയ്ത് ഞാൻ ലൈവായിട്ട് തന്നെ കാണിച്ചു തരികയാണ്. ഇതുകളിലെ വാട്സപ്പിലുള്ള ഫോട്ടോസ്, പിക്ചേഴ്സിൽ വന്നിരിക്കുന്ന ഫോട്ടോസ്, ഇതെല്ലാം ഡേറ്റ് വൈസ് ആയിട്ട് തന്നെയാണ് വരുന്നത്. അതേ ക്വാളിറ്റിയിൽ തന്നെ നമ്മൾ നേരത്തെ കൊടുത്തിരിക്കുന്ന ക്വാളിറ്റി ഹൈ ക്വാളിറ്റിയാണ്. അതുകൊണ്ട് അതേ ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് എല്ലാ ഫോൾഡറുകളിലുള്ള ഫോട്ടോസും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ വാട്സപ്പിൽ കാണിക്കുന്ന ഫോട്ടോസ് ഉണ്ട്. ഇത് വാട്സപ്പിൽ ഞാൻ മുന്നുണ്ടാക്കി വെച്ച തംബ്നെയിലുകളാണെങ്കിലും ഞാൻ എടുത്തിരിക്കുന്ന ഫോട്ടോസ് ആണെങ്കിലും ഫങ്ഷൻസിനെടുത്ത ഫോട്ടോസ് എല്ലാം നമുക്ക് ഇവിടെ തന്നെ നമുക്ക് കാണുന്നുണ്ട്. കണ്ടില്ലേ ഡേറ്റ് കാര്യങ്ങളൊക്കെ, ഇതൊക്കെ 1 വർഷം മുന്നേ, 2 വർഷം മുന്നേ, അല്ലെങ്കിൽ ഒരു 5 വർഷം, എത്ര വർഷം മുന്നെയാണോ നമ്മൾ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ചിരിക്കുന്നത് അത് മുതൽ അങ്ങോട്ടേക്കുള്ള എല്ലാ ഫോട്ടോസ്, നിങ്ങളുടെ എല്ലാ ഫയലുകളെല്ലാം ഇതിൽ സേവ്ഡ് ആയിരിക്കും. അത് സേവായി നിൽക്കുന്നത് നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ജിമെയിൽ അക്കൗണ്ടിലേക്കാണ് സേവ് ആവുന്നത്. 15 GB വരെ നമുക്കതിൽ സേവ് ചെയ്ത് വെക്കാനും സാധിക്കുന്നതാണ്. ഇത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, നമുക്കൊരു ഇമെയിൽ ഐ ഡി ഇതിനും മസ്റ്റാണ്. ഒരു ഇമെയിൽ ഐ ഡി നമ്മളിവിടെ കൊടുക്കേണ്ടതുണ്ട്. ആ ഇമെയിൽ ഐ ഡിയിൽ ക്ലിക്ക് ചെയ്ത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കപ്പ്, ഇവിടെ ഏറ്റവും താഴെ ബാക്കപ്പ് കാണിക്കുന്നുണ്ട്. അവിടെ നമുക്ക് ബാക്കപ്പിൻ്റെ സൈസ് കാണിക്കുന്നുണ്ട് 15 GB. അതിൻ്റെ താഴെ നമുക്ക് വന്നിരിക്കുന്ന ഓപ്ഷനിൽ ബാക്കപ്പ് എന്ന് തന്നെ കൊടുക്കുക. ബാക്കപ്പിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം പറഞ്ഞിട്ടുണ്ട്. ബാക്കപ്പ് ഓൺ ചെയ്ത് വെക്കണം എന്ന് പറഞ്ഞു. പിന്നീട് നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ പറഞ്ഞതാണ് ബാക്കപ്പ് ക്വാളിറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ബാക്കപ്പ് ക്വാളിറ്റി നല്ല ഹൈ ക്വാളിറ്റി തന്നെ കൊടുക്കുക, എന്നാലേ തിരിച്ചു കിട്ടിയാൽ നമുക്ക് അതുകൊണ്ട് കാര്യം ഉണ്ടാവുള്ളൂ. പിന്നെ മൂന്നാമതായിട്ട് പറയുന്നത് നമുക്ക് ബാക്കപ്പ് ഡാറ്റ ഓൺ ചെയ്ത് വെക്കേണ്ട, എത്രയാണ് ഒരു 30 MB വരെ നമ്മൾ ഓൺ ചെയ്ത് വെക്കുക. പിന്നെ അതിനുശേഷം ഏറ്റവും താഴെയുള്ള ഓപ്ഷൻ അതിലും ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഏറ്റവും താഴെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്താണ്, നമുക്ക് ഏതെല്ലാം ഫോൾഡറുകളുള്ള വാട്സപ്പാണോ ഫേസ്ബുക്കാണോ ഏതൊക്കെയുള്ള ആപ്പുകളാണ്, ഏതൊക്കെയുള്ള ഫോട്ടോസാണ് നമുക്ക് ബാക്കപ്പായിട്ട് വരേണ്ടതെന്നുള്ളൂ. ഇതെല്ലാം ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിലുള്ളത് നിങ്ങൾക്ക് ബാക്കപ്പായിട്ട് വരണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എത്ര വർഷം കഴിഞ്ഞാൽ ഇതിലുള്ള ആപ്ലിക്കേഷൻസിലുള്ള എല്ലാ ഫോട്ടോസും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എല്ലാം ഓൺ ചെയ്ത് വെക്കുക. ഇത് എത്ര വർഷം കഴിഞ്ഞാലും നിങ്ങൾക്ക് ഫോട്ടോ നഷ്ടപ്പെടുന്നുള്ള പേടി വേണ്ട. നേരെ നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ഗൂഗിൾ ഫോട്ടോസ് ഓപ്പൺ ചെയ്ത് ലൈബ്രറിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഡേറ്റ് വൈസ് ആയിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. എങ്കിൽ ഇപ്പോൾ തന്നെ മൊബൈൽ ഫോൺ എടുത്ത് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ, ഗൂഗിൾ ഫോട്ടോസിലുള്ള ഈ ഒരു ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക, ബാക്കപ്പ് ചെയ്ത് വെച്ചേക്കുക. പിന്നീട് നിങ്ങൾക്ക് എത്ര വർഷം കഴിഞ്ഞാലും ഈ ഫോട്ടോസ് എല്ലാം നിങ്ങൾക്ക് ബാക്കപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. ഇതുപോലുള്ള നല്ല നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായി ഞാൻ എല്ലാ ദിവസവും വരുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് മൊത്തം ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായി വരുന്നവരെ ഇറ്റ്സ് മീ അഭിലാഷ് രാഘവ് signing out.